വാർത്തകൾ വിശദമായി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRLന് തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച് ഡിവിഷൻ ബെഞ്ച്. അന്വേഷണത്തിൽ തൽക്കാലം ഇടപെടാനില്ലെന്നും കോടതി. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് CMRLന് നേരിട്ടിരിക്കുന്നത്. ED അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കേസ് പരിഗണിച്ച ഉടൻ തന്നെയാണ് ഈ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്ന CMRLന്റെ നടപടിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു വേണമെങ്കിൽ പറയാം. തൽക്കാലം ഈ CMRLന് എതിരെയുള്ള അന്വേഷണത്തിന് EDക്ക് സ്റ്റേ ഇല്ല, അന്വേഷണം തുടരാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന അപ്പീലിന്മേൽ വാദം കേൾക്കാൻ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനം വരെ വാദം കേൾക്കാൻ തയ്യാറാണെന്ന് കോടതി അറിയിച്ച സാഹചര്യത്തിൽ EDയും അവരുടെ കൈവശമുള്ള എല്ലാ രേഖകളും ഹാജരാക്കിക്കൊണ്ട് അവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ വാദത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ വാദം പറയുന്നതിന് വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. CMRLന് വേണ്ടി പ്രഗത്ഭനായ അഭിഭാഷകനെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ ലൂത്ര എന്ന് പറയുന്ന ആളാണ് CMRLന് വേണ്ടി ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായി. ഇതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത് ഒരു തെളിവോ ഇത് പരാതിയോ ഇല്ലാതെ തന്നെയുള്ള ഒരു കേസാണ് ED എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ ആകില്ല എന്നായിരുന്നു CMRLന്റെ വാദം. പക്ഷേ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. പകരം ഈ വാദം കേൾക്കാം, പക്ഷേ ഈ അന്വേഷണത്തിന് സ്റ്റേ നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർവാദങ്ങൾ കേൾക്കാം. തുടർവാദത്തിന് ശേഷം അന്തിമ നടപടിയിലേക്ക് കടക്കാം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് CMRL കേസുമായി ബന്ധപ്പെട്ട EDക്ക് ഒരു തടസ്സവുമില്ലാതെ അന്വേഷണം തുടങ്ങാനുള്ള എല്ലാ പച്ചക്കൊടിയും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ED വളരെ വേഗത്തിൽ ഇനി അന്വേഷണത്തിലേക്ക് കടക്കും. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലെത്തിയായിരുന്നു വീണയെ ആദ്യഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തി. അത് വലിയ തരത്തിലുള്ള സംഘർഷത്തിനും തെരുവ് യുദ്ധത്തിനും ഒക്കെ വഴിവെച്ചിരുന്നു. എങ്കിൽ തന്നെയും അന്ന് വീണയുടെ കൈവശത്തൊന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള രേഖകൾ EDയുടെ പക്കലുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിൽ വലിയ തെളിവുകളുണ്ട് എന്ന് ഒരു പക്ഷേ കോടതിയെ ED അറിയിക്കും. അത് മാത്രവുമല്ല, വീണയുമായി ബന്ധപ്പെട്ട ബാങ്ക് ലോക്കറുകളിൽ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം ED തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ആ വിവരവും ഒരു പക്ഷേ ED കോടതിയെ അറിയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് EDക്ക് പോകേണ്ട സാഹചര്യം കൂടി അവർ വ്യക്തമാക്കും. മാത്രവുമല്ല, SFIO നൽകിയിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. അതിൽ ഏകദേശം 2,70,00,000-ലധികം രൂപയുടെ ക്രമക്കേട് എക്സാലോജിക്കും CMRLനുമായി സാമ്പത്തിക ഇടപാടിൽ നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ SFIOയെ കണ്ടെത്തിയിരുന്നു. SFIOയുടെ റിപ്പോർട്ട് EDക്ക് നൽകിയിട്ടുണ്ട്. ആ SFIOയുടെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയാണ് ED ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ SFIOയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി EDക്ക് അന്വേഷണം നടത്താനാവില്ല എന്ന് CMRLന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടാണ് സ്റ്റേ നീക്കിയത്. പക്ഷേ വീണ്ടും അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴേക്കും ഡിവിഷൻ ബെഞ്ചിനെയാണ് ഇപ്പോൾ CMRL സമീപിച്ചത്. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൽ എത്തിയപ്പോഴും EDയുടെ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അന്വേഷണം ഒരു പ്രതിസന്ധിയുമില്ലാതെ മുന്നോട്ട് പോകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അറിയേണ്ടത് വീണയെ അല്ലെങ്കിൽ വീണ ടിയെ എന്തെങ്കിലും ഈ അടുത്ത നിമിഷങ്ങളിൽ ചോദ്യം ചെയ്യലിന് വിളിക്കുമോ, അല്ലെങ്കിൽ കൂടുതൽ തിരച്ചിലുകൾ അല്ലെങ്കിൽ റെയ്ഡുകൾ നടത്തുമോ, അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് അടുത്തത് അറിയേണ്ടത്. എന്തായാലും EDക്ക് ഒരു ആശ്വാസമാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് സ്റ്റേ ഇല്ല, നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ തന്നെ വലിയ തരത്തിലുള്ള വാദം പറയുന്നതിന് തയ്യാറായിട്ടാണ് CMRL എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. കാരണം പൂർണ്ണമായും CMRL ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ച ഒരു വാദം EDയുടെ കൈവശം അല്ലെങ്കിൽ എൻഫോഴ്സ് ഡയറക്ടറേറ്റിൻ്റെ കൈവശം വീണയ്ക്ക് അല്ലെങ്കിൽ CMRLന് എതിരെയുള്ള ഒരു തെളിവുകളും കൈവശമില്ല. ആ തെളിവുകളൊന്നുമില്ലാതെയാണ് ED ഇപ്പോൾ അന്വേഷണം നടത്തുന്ന തരത്തിലായിരുന്നു അവരുടെ വാദം. പക്ഷേ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണതോതിലുള്ള വാദം കേൾക്കാനും മറുവാദം പറയാനും തയ്യാറാണെന്ന് ഇരു കക്ഷികളും അറിയിച്ചതിനെ തുടർന്ന് കോടതി തൽക്കാലം സ്റ്റേയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. സ്റ്റേ നൽകിയില്ല. ഇനി ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ഇത് സംബന്ധിച്ചുള്ള വാദം തുടരും. ആ വാദം പൂർണ്ണമായി കേട്ടതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാം. എന്നാൽ തൽക്കാലം സ്റ്റേ ഇല്ല എന്നൊരു നിലപാട് ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ED ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകും. ഒരു പക്ഷേ വീണ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാം. കാരണം ശശിധരൻ കർത്തയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് ED തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു.
കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിൽ SFIO നടത്തിയ ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിലാണ് ഈ 2,70,00,000 രൂപയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നത്. അതിൽ എക്സാലോജിക്കിന് കിട്ടിയ തുകയും ഒപ്പം തന്നെ വീണയ്ക്ക് കിട്ടിയ തുകയും വീണയുമായി CMRL നടത്തിയിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങൾ വഴിയുള്ള വിവരങ്ങൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ EDയുടെ കൈവശമുണ്ട്. ആ രേഖകൾ ഉൾപ്പെടെ കൈവശം വെച്ചുകൊണ്ട് തന്നെയാണ് ED കൃത്യമായി വാദം പറയാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിക്ക് മുന്നിൽ വാദം പറയാൻ തയ്യാറാണെന്ന് EDയും അറിയിച്ചതോടെയാണ് ഹൈക്കോടതി ഈ നിലപാടിലേക്ക് എത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എന്തായാലും EDക്ക് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം തുടരുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി വീണ്ടും കിട്ടിയിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുന്നു വേണമെങ്കിൽ പറയാം. ഇനി ഒരു പക്ഷേ ഇന്ന് ഈ ഹർജിയിന്മേലുള്ള വാദം കേൾക്കാനുള്ള സാധ്യത ഉണ്ടോ അത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാകുള്ളൂ. ഇപ്പോഴും വാദം തുടരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. CMRLന് വേണ്ടി പ്രമുഖരായ അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായത്. EDയെ സംബന്ധിച്ചിടത്തോളം EDക്ക് അഭിമാനകരമായ ഒരു പോരാട്ടം തന്നെയാണ്. കാരണം അവരുടെ ഉദ്യോഗസ്ഥന്മാർ ഈ വീണയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ എത്തിയപ്പോഴേക്കും വലിയ തരത്തിലുള്ള എതിർപ്പുകളുണ്ടായി, സംഘർഷങ്ങളുണ്ടായി, അവരുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് EDയും വളരെ ശക്തമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ വീണ്ടും വാദവും തുടർവാദവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ ഇപ്പോൾ EDയുടെ പരിശോധനയ്ക്ക് തടസ്സമില്ല. EDക്ക് പരിശോധന തുടരാം എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു വീണയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CMR സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ്. ഒരു പക്ഷേ കോടതി ഇത്തരത്തിൽ ഒരു അനുമതി നൽകിയതോടുകൂടി തന്നെ ED വലിയ ശക്തിയായി തന്നെ മുന്നോട്ട് വരും. മാത്രവുമല്ല വീണയെ ഒരു പക്ഷേ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. EDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് നിലപാടും ഇപ്പോൾ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ED വളരെ വേഗത്തിൽ ഇനി അന്വേഷണത്തിൽ കൂടുതൽ കടക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി EDയുടെ ഓഫീസിൽ വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകൾ അവരുടെ ഡൽഹിയിലെയും ചെന്നൈയിലും ഓഫീസിലേക്ക് കൈമാറിക്കൊണ്ടിരുന്നു, വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. മാത്രവുമല്ല കൊച്ചിയിലുള്ള ED ഓഫീസിനുള്ള സുരക്ഷ ശക്തമാക്കിയുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇനി കോടതിയിൽ നിന്ന് തടസ്സമുണ്ടായില്ല എങ്കിൽ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുക എന്ന തരത്തിലേക്ക് എത്താൻ തന്നെയായിരുന്നു EDയുടെ നീക്കം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ CMRലുമായി ബന്ധപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാൻ ഉള്ള നീക്കം EDയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ വേണ്ടത് EDക്ക് കൂടുതൽ തെളിവുകൾ ആവശ്യമായി വരുന്നത് വീണ ടിയുടെ കാര്യത്തിലാണ്. വീണ ടിയുടെ പക്കൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവർക്ക് കൈവശം കിട്ടിയിട്ടുള്ളത് മൊബൈൽ ഫോണും ഒപ്പം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളുമാണ്. ഇതിൽ നിന്നാണ് ഇവരുടെ ബാങ്ക് ലോക്കറുകൾ തുറന്ന് പരിശോധിക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് ED എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ താമസമില്ലാതെ ബാങ്ക് ലോക്കറുകളിലേക്കുള്ള പരിശോധനയിലേക്ക് കടക്കും. മാത്രവുമല്ല SFIO നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണത്തിനും ED തയ്യാറാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വിനോയ്, ഇപ്പോൾ ED എല്ലാ തെളിവുകളും ഇത്തരത്തിൽ കോടതിക്ക് മുന്നേ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീണയ്ക്ക് നേരെ ഇനി അടുത്ത എന്ത് നടപടിയായിരിക്കും ഉണ്ടാകുക? ഇപ്പോൾ സ്റ്റേ ഒക്കെ പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്ത് നടപടിയായിരിക്കും വീണയുടെ മേലുണ്ടാവുക? ED എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് തന്നെ അന്തിമവാദം പൂർത്തിയാക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല എൻഫോഴ്സ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വീണയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ രേഖകൾ, വിവരങ്ങൾ, ഒപ്പം തന്നെ SFIO നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ രേഖകൾ ഉൾപ്പെടെയെല്ലാം ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് അവർ ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം വാദം പറയാൻ തയ്യാറാണെന്നും CMRLൻ്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ വാദം പൂർണ്ണതോതിൽ കേൾക്കാൻ തയ്യാറായിരിക്കുന്നത്. ഒരു പക്ഷേ വൈകുന്നേരത്തോടുകൂടി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. എങ്കിൽ തന്നെയും EDയുടെ അന്വേഷണത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഒരു തടസ്സവുമില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം CMRനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേസ് അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ കൃത്യമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതുമായി
ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ SFIO നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ആ രേഖകളിലാണ് 2,70,00,000 രൂപ വീണ ടി കൈപ്പറ്റിയിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിവിധ അക്കൗണ്ടുകളിലേക്ക് പൈസ പോയിട്ടുള്ള വിവരവുമെല്ലാം തന്നെ SFIO കണ്ടെത്തിയത്. അതിൽ ആണ് ഈ സേവനം നൽകാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയത് എന്നുള്ള സംഭവം അല്ലെങ്കിൽ എന്നുള്ളൊരു പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന അതാണ് ഏറ്റവും വലിയ വിഷയമായി അല്ലെങ്കിൽ ഗൗരവമുള്ള വിഷയമാക്കിയിട്ട് ED ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതും. ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഇപ്പോൾ ED എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തുടർന്നുള്ള വാദം പറയാൻ തയ്യാറാണെന്ന് EDയും തയ്യാറായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ അന്തിമവാദം മൊത്തം വാദവും ഇന്ന് തന്നെ പൂർത്തിയാകുമോ അതോ വരും ദിവസങ്ങളിലും തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ ഇന്ന് തന്നെ വാദം കേൾക്കാൻ തയ്യാറാണെന്ന് കോടതി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വീണയെ സംബന്ധിച്ചിടത്തോളം CMRനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു പക്ഷേ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അവരെ വീണ്ടും കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം. അങ്ങനെ വീണ്ടും ചോദ്യം ചെയ്യലിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ED കടക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലൊരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ചെന്നൈയിലെയും ഡൽഹിയിലെയും ഓഫീസുകളിൽ നിന്നും. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിധത്തിലെ വിയോജിപ്പുകളും തടസ്സവും ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ED കൃത്യമായി രേഖകൾ ഉൾപ്പെടെ, അതായത് വീണയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ രേഖകളും ഒപ്പം തന്നെ ബാങ്ക് രേഖകളും ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഒപ്പം വാദം പറയാൻ തയ്യാറാണെന്നും അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഈ തുടർവാദം ഉണ്ടാകുമെങ്കിൽ തന്നെയും ഇതിനിടയിൽ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED വീണ ടിയെ ചോദ്യം ചെയ്യുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ EDയും നീക്കം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലാണ് ഇപ്പോൾ വലിയ തിരിച്ചടി CMRലിന് ലഭിച്ചിരിക്കുന്നത്. ED അന്വേഷണം തുടരാമെന്നൊരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവച്ചിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ചും. അന്വേഷണത്തിൽ തൽക്കാലം ഇടപെടാനില്ല എന്നുമാണ് ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു സാമ്പത്തിക ഇടപാട് കേസിൽ CMRലിന് ലഭിച്ചിരിക്കുന്നത്. എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലാണ് തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ടി ബിനോയാണ്.